1 സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. അവനെന്റെ തലയെ ഉയർത്തും ശത്രുക്കൾക്കുമീതെ, അവനെന്റെ തലയെ ഉയർത്തും ശത്രുക്കൾക്കുമീതെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ പ്രാവശ്യവും ദൈവവചനം കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ചിലത് എന്നോട് സംസാരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ പലപ്പോഴും സാഹചര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. സാഹചര്യങ്ങൾ സംസാരിക്കുന്നത് ഒരു വ്യക്തി കേൾക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ശരിയായ വിധത്തിൽ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ സാഹചര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവശബ്ദം ഒരു വ്യക്തി കേൾക്കുന്നുവെങ്കിൽ, സാഹചര്യം പറയുന്നതല്ല ദൈവശബ്ദം നമ്മളോട് പറയുന്നത്. സാഹചര്യത്തെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവശബ്ദത്തെ അനുസരിക്കാനായി കഴിയത്തില്ല. എന്നാൽ സാഹചര്യത്തെ തള്ളിക്കൊണ്ട് ദൈവശബ്ദത്തെ അനുസരിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കുകയാണ്. ചിലത് സൂപ്പർ നാച്ചുറലായത് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നീ കാണുന്നത് എന്താണ്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നീ കാണുന്നത് എന്താണ്? നീ കാണുന്നത് എന്താണ്? നീ കാണുന്നത് നിന്റെ സാഹചര്യമാണോ അതോ നിന്റെ കൂടെയുള്ള ദൈവമാണോ? യേശു കർത്താവ് ഒരുവനോട് വെള്ളത്തിലേക്ക് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അവന്റെ പേര് പത്രോസ് എന്നാണ്. അവൻ ആ സാഹചര്യങ്ങളെ നോക്കിയില്ല. കാറ്റിൽ അവൻ ഇരിക്കുന്ന വഞ്ചി ഒലയുന്നുണ്ട്, വലിയ കാറ്റടിക്കുന്നുണ്ട്, അല്ല തിരമാലകൾ അവനോളം പൊക്കത്തിൽ പൊങ്ങി വരുന്നുണ്ട്. അതിനെയൊന്നും അവൻ കണ്ടില്ല. അവന് പരിചിതമുള്ള ഒരു ശബ്ദം അവൻ കേട്ടു. ആ ശബ്ദത്തെ അവൻ കേട്ടപ്പോൾ ആ ശബ്ദത്തോട് അവൻ പ്രതികരിച്ചു. ആ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വെള്ളത്തിന്റെ ഡെൻസിറ്റി നോക്കാതെ വെള്ളത്തിന് മേൽ കാല് വെച്ചു. അവൻ വെള്ളത്തിന് മേൽ നടക്കാൻ തുടങ്ങി. എത്ര പേര് ആ മണ്ടത്തരം വിശ്വസിക്കാനുണ്ട്? അവരുടെ കൈയൊന്ന് അടിച്ചൊരു ആമേൻ പറഞ്ഞേ. വെള്ളത്തിന്മേൽ ഒരാൾ നടന്നത്
അവന്റെ ചുറ്റുപാടുമുള്ള സാഹചര്യത്തെ അവൻ എപ്പോ കാണാതെ പോയോ അപ്പോഴാണ് അവൻ വെള്ളത്തിൽ നടക്കാനായി തുടങ്ങിയത്. അതിനു പകരം അവൻ ഒരാളുടെ ശബ്ദം കേട്ടു, ഒരാൾ ദൂരെ നിൽക്കുന്നത് അവൻ കണ്ടു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ല ആമീൻ പറഞ്ഞു. ജോയിനും കൂടെ വന്നേ, ഓടിവാ. അവിടെ നിന്നാൽ മതി. അവിടെ നിന്ന് ശ്രദ്ധിച്ചേ, ഇത് യേശുവാണ്. എനിക്ക് വ്യക്തമായി കാണാനില്ല, ഒരു രൂപമേ കാണാനുള്ളൂ. പക്ഷെ ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേട്ടിട്ട് ഞാൻ കാലുവെച്ചു. ഇപ്പുറത്ത് പൊങ്ങി വരുന്ന തിരമാല കാണാനില്ല, ഇപ്പുറത്ത് വീശിയടിക്കുന്ന കാറ്റ് കാണാനില്ല, ഇപ്പുറത്ത് ഞാനിരുന്ന വഞ്ചി ഒലയുന്നത് കാണാനില്ല. ഇവിടെ അമേരിക്കൻ എംബസി പോയി അവര് വിസ റിജക്ട് ചെയ്തു. ആ ഇന്റർവ്യൂ ചെയ്യുന്ന അതേ ആള് നാളെ വന്നാലോ? നൺ ഓഫ് യുവർ ബിസിനസ്. സാഹചര്യങ്ങളല്ല നിന്റെ ജയത്തെ തീരുമാനിക്കുന്നത്. നിങ്ങളെ കൈയടിക്കാത്ത എന്താ? ആമീൻ പറയാത്ത എന്താ? ആർ യു റെഡി? അവൻ നടക്കാൻ തുടങ്ങി. തിരമാലയിൽ നടന്നവരൊക്കെ ആരാന്ന് ഞാൻ പറയാം. അവർ ചിലതിനെ കണ്ടിട്ടില്ലാത്തവരാ, ചിലതിനെ നോക്കിയിട്ടില്ലാത്തവരാ, ചിലതിനെ മനസ്സിലാക്കിയിട്ടില്ലാത്തവരാ. അവരാണ് തിരമാലകളിൽ നടന്നത്. ഞാൻ ചിലരെ ഈ പകൽ വിളിക്കുക തിരമാലകളിൽ നടക്കുവാനായി. എന്നാൽ 2 മിനിറ്റ് കഴിഞ്ഞപ്പോ തിരമാല തന്നെ തള്ളാൻ തുടങ്ങി, തിരമാല തന്നെ നനയ്ക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ മുങ്ങുന്നില്ല കേട്ടോ. കാറ്റ് തന്നെ തള്ളിയിടാൻ തുടങ്ങി. അപ്പോഴും ഞാൻ മുങ്ങുന്നില്ല. മുങ്ങുന്നില്ല എങ്കിലും താൻ എപ്പോഴാണോ അതിലേക്ക് തിരിഞ്ഞു നോക്കിയത് അപ്പോഴാ താൻ മുങ്ങാൻ തുടങ്ങിയത്. നീ കാണുന്നത് നിന്നെ ഇല്ലാതാക്കും, നീ കാണുന്നത് നിന്നെ ഉയർത്തുകയും ചെയ്യും. നീ സാഹചര്യമാ കാണുന്നതെങ്കിൽ അത് നിന്നെ ഇല്ലാതാക്കും. പക്ഷെ യേശുവിനെ കാണുന്നതെങ്കിൽ അതിന് നടുവിൽ നീ വിജയിച്ചു മുന്നേറാൻ തുടങ്ങും. നീ ഒരു ജയാളിയാണ്. അടുത്തിരിക്കുന്ന 2 പേരോട് പറ, എനിക്ക് പരാജയപ്പെടാൻ മനസ്സില്ല. ഞാനിന്ന് ചിലരുടെ ദൂത് പറയുക, ചിലർ ഈ പകൽ കഴിയുമ്പോ തിരമാലകളിൽ നടക്കാൻ തുടങ്ങും. 2025 തിരമാലകൾ ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ചിലർ അതിന്റെ മേൽ ഓടുന്നവരായിരിക്കും. നിങ്ങളിവിടെ ഉണ്ടോ? നിന്നെ കാറ്റടിച്ചാലും മഴ വന്നാലും കൊടുങ്കാറ്റോ കടലോ ഇരുട്ടോ സാഹചര്യങ്ങളുടെ തകർച്ചയോ അതൊന്നും നിന്നെ തൊടത്തില്ല സഹോദര. നീ അതിന്റെ മുകളിൽ നടക്കാനായി തുടങ്ങും. ഒന്ന് പറ, ജയിക്കാനായി ജനിച്ചവൻ. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നേ, ഞാൻ വിശ്വസിക്കുന്നേ. സാഹചര്യങ്ങളെ കാണുന്നവർ അതിൽ തകർന്നു പോകും. യേശു കർത്താവ് വെള്ളത്തിൽ നടന്നവനോട് ഉപദേശിക്കുക, പത്രോസേ എന്തിനാടാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ? അടുത്തിരിക്കുന്നവരോട് പറ, പത്രോസേ നീ എന്തിനാടാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ? വേറൊരാളോട് പറ, എന്തിനാ പൊന്നെ എന്റെ ചക്കരെ നീ എന്തിനാ സാഹചര്യത്തെ കാണുന്നേ? മഴയുടെ വലിപ്പത്തെ എന്തിനാ കാണുന്നേ? ഡോക്ടറിന്റെ റിപ്പോർട്ട് എന്തിനാ കാണുന്നേ? ഡയബറ്റിക്കിന്റെ എന്തുവാ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്തിനാ കാണുന്നേ? പ്രഷറിന്റെ അളവ് എന്തിനാ കാണുന്നേ? നിന്റെ ഭർത്താവിന്റെ സ്ഥിതി എന്തിനാ കാണുന്നേ? പകരം എന്റെ ദൈവം പറഞ്ഞതിനെ കാണാൻ തുടങ്ങാം. Believe what he said for you. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. ഒരു 4 പേരോടെങ്കിലും അടുക്ക ചെന്നിട്ട് പറ, എന്നെ ഇന്നു മുതൽ സാഹചര്യം നിയന്ത്രിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ചെന്നിറങ്ങി ചെന്ന് പറ, ഒരു സാഹചര്യത്തിന് ഞാൻ അടിമയല്ല. ഞാൻ സാഹചര്യങ്ങൾക്ക് മുകളിലാണ്.
ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു പ്രവചന ശബ്ദമാ പറയുന്നേ, ഞാനൊരു പ്രൊഫറ്റിക് വേർഡാ പറയുന്നേ. ഇന്ന് ഇതിനകത്ത് ചിലർ തീയുമായി മടങ്ങിപ്പോകും. അവർ സാഹചര്യങ്ങളെ വെട്ടിപ്പിടിക്കുന്നവരാകും. അസാധാരണമായി എന്തോ സംഭവിക്കും. Come on, come on, come on. യൂട്യൂബിൽ എന്നെ കാണുന്നവർ വീട്ടിലെ സാഹചര്യം പറഞ്ഞ് വീട്ടിലിരിക്കാതെ, വീട്ടിലെ സാഹചര്യം പറഞ്ഞ് വീട്ടിലിരിക്കാതെ, കയ്യിലെ പണത്തെ പറഞ്ഞ് വീട്ടിലിരിക്കാതെ, ചുറ്റുപാടുള്ള ആളുകളെ പറഞ്ഞ് വീട്ടിലിരിക്കാതെ സാഹചര്യത്തിന്റെ മുകളിൽ നടക്കാൻ തുടങ്ങാം. Walk upon your situation. അടുത്തിരിക്കുന്നവർ പറ, സാഹചര്യത്തിന്റെ തീവ്രത അറിയാവോ? സാഹചര്യത്തിന്റെ തീവ്രത അറിയാമോ? ഞാൻ ആ വാചകം ഒന്നും കൂടെ വായിക്കുവാ. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ടു. അടുത്തിരിക്കുന്നവരോട് പറ, ഗോത്രപിതാക്കന്മാർ. ഗോത്രപിതാക്കന്മാർ. നിങ്ങൾക്കത് മനസ്സിലായില്ല ആരാന്ന്? ഏതോ ആൾക്കാർ, ഏതോ നാട്ടിലുള്ള ആളുകളാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, അതിന്റെ പേര് സഹോദരന്മാരെന്നാണ്. അതിന്റെ പേര് സഹോദരന്മാരെന്നാണ്. സഹോദരന്മാർക്ക് അസൂയ കയറിയെന്ന, സ്വന്തം വീട്ടിലെ ചേട്ടന്മാർക്ക് അസൂയ കയറിയെന്ന, എന്നിട്ട് അവനെ വിറ്റ് കളഞ്ഞെന്ന. നിങ്ങൾ അറിയേണ്ട ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കൂ. നിനക്കെതിരെ എഴുന്നേൽക്കുന്ന എതിരികൾ ഒരുപക്ഷെ നിന്റെ വീട്ടിനകത്ത് നിന്നാകാം. നിന്റെ സാഹചര്യത്തിന്റെ, നീ പറയുന്ന മോശം സാഹചര്യം ഉളവാകുന്നത് അങ്ങ് ദൂരെ എവിടുന്നോ അയർലൻഡിൽ നിന്നല്ല. പകരം മോശം സാഹചര്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ നിന്റെ വീട്ടിൽ നിന്നാകാം. നിങ്ങൾ ആരും കൈയടിച്ചില്ലല്ലോ അതിനെ. പക്ഷേ ജോസഫിനോട് ചോദിക്കാം, ജോസഫേ, സ്വന്തം ചേട്ടന്മാരല്ലേ നിന്നോട് ഈ പണി തന്നേ? സ്വന്തം ചേട്ടന്മാരല്ലേ ഈ പണി തന്നതാ? അവൻ പറയും, യെസ് ബ്രദർ, സ്വന്തം ചേട്ടന്മാരാ തന്നതാ. പക്ഷെ ആ പണി എന്നെ തോൽപ്പിച്ചില്ല. ആ പണി എന്നെ രാജസിംഹാസനത്തിലേക്ക് എത്തിച്ചതേ ഉള്ളൂ. അടുത്തിരിക്കുന്നവർ പറയണേ, പണിഞ്ഞവനിട്ട് പണിയാൻ തീരുമാനിച്ചിരിക്കുന്ന സഹോദര പറ. പണിഞ്ഞവനിട്ട് പണിയണം, ഒന്ന് പണിയണമെന്ന് വിചാരിച്ചിരിക്കുന്ന സഹോദര പറ. കുഴപ്പമില്ല, അങ്ങനത്തെ സഹോദരൻ അടുത്തിരിപ്പുണ്ട്. പണിഞ്ഞവനിട്ട് ഒന്ന് പണിയണമെന്ന് ചിന്തിക്കുന്ന സഹോദരി, അത് നിന്നെ തോൽപ്പിക്കത്തേ ഉള്ളൂ. പണിഞ്ഞവനിട്ട് എന്റെ അപ്പം പണിയും. അവൻ നീതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും രാജാതി രാജാവും കർത്താതി കർത്താവും സകലത്തെയും നീതിയോടെ ഭരിക്കുന്നവനുമോ. നിങ്ങൾ എന്റെ ഒപ്പം എത്തിയോ? ജോസഫേ, നിന്റെ സഹോദരൻ 45-3 വാക്യങ്ങൾ. ജോസഫേ, ആരാ നിൽക്കുന്നത്? അവര് പറയും, ആ നിൽക്കുന്നതിന്റെ സഹോദരന്മാരാണ്. അവരെങ്ങനെയാ നിൽക്കുന്നത്? അവർ പേടിച്ചു വിറച്ച് നിൽക്കുക. ജോസഫേ, നിനക്ക് എന്താ പറയാനുള്ളത്? സഹോദരന്മാരെ, നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞതിൽ വിഷാദിക്കണ്ട. നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞതിൽ വിഷാദിക്കുകയോ പേടിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് മുമ്പേ, ക്ഷാമകാലത്തിന് മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ട് ഈ വിറ്റുകളഞ്ഞ നിന്നെയും കൂടെ ഞാൻ നോക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താനാ ഞാൻ ഇവിടെ നിൽക്കുന്നേ. നിന്നെ കുറ്റം പറഞ്ഞവനുണ്ടല്ലോ, നിന്നെ പരിഹസിച്ചവനുണ്ടല്ലോ, നിന്നെ അപമാനിച്ചവനുണ്ടല്ലോ, നിന്നെ വേദനിപ്പിച്ചവനുണ്ടല്ലോ, നിന്റെ കൈ കൊണ്ട് നീ ചോറ് കോരി കൊടുക്കുന്ന ദൈവത്തിന്റെ വടി അങ്ങ് തല്ലിക്കൊല്ലലല്ല, അവനെ താഴ്മയിലേക്ക് കൊണ്ടുവന്ന് ആരെയാണോ പരിഹസിച്ചത് അവനെ ആരാധിക്കുന്ന വിധത്തിൽ മുഴങ്കാൽ മടക്കിപ്പിക്കുന്ന ഒരു സ്വർഗത്തെയാ ഞാൻ സേവിക്കുന്നത്. നീ ആരാന്ന് എന്റെ അപ്പനെ കുറിച്ച് വിചാരിച്ചേ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാ, നീ ആരാന്ന് എന്റെ അപ്പനെ കുറിച്ച് വിചാരിച്ചേ? ആർ യു ഫോളോയിങ് മീ? നിങ്ങൾക്ക് ചിലത് കിട്ടുന്നോ? സ്വന്തം വീട്ടിലെ ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. സ്വന്തം വീട്ടിലെ പണിക്ക് തിരിച്ചു പണി കൊടുക്കരുത്.
ആ പണിഞ്ഞ ആളുകൾക്ക് ചോറ് കോരി കൊടുക്കാൻ ദൈവം നിന്നെ കൈവയ്ക്കും. ശത്രുവിനെ സ്നേഹിക്കുക. അവന്റെ തലയിൽ തീക്കല്ലിൽ കൊണ്ടിരുന്ന പരിപാടി എന്റെ അപ്പന്റെയാ. അടുത്തിരിക്കുന്നവരോട് പറ, ശത്രുവിനെ സ്നേഹിക്കുക. അവന്റെ തലയിൽ തീ വീഴും. അവന്റെ തലയിൽ തീ വീഴും. നീ അടിക്കാൻ വടിയെടുക്കണ്ട. സ്നേഹമാണ് ഏറ്റവും നല്ല വടി. കൈയടിച്ചൊരു ആമേൻ പറ. ഒരു പോയിന്റും കൂടെ കയറട്ടെ. എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങള്. ജോസഫിന്റെ സഹോദരന്മാരോട് ചോദിക്കാം, എന്താ നീ ചെയ്തത്? വിറ്റ് കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ചില പണത്തിന് വേണ്ടിയിട്ടാ, സമ്പത്തിന് വേണ്ടിയിട്ടാ. എന്തെങ്കിലും ചെയ്യുന്നത് സമ്പത്തിന് വേണ്ടി, എൻ്റെ പ്രശസ്തിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി നിന്നെ അപമാനിച്ചെന്ന് വരാം, നിന്നെ നിന്ദിച്ചെന്ന് വരാം, നിന്നെ പരിഹസിച്ചെന്ന് വരാം. അതവൻ്റെ സ്വാർത്ഥമായ ആ പണസമ്പാദ്യത്തിനുള്ള, അല്ല ഏതെങ്കിലും ചാനലിൽ നിന്നോ ഏതെങ്കിലും വഴിയിൽ നിന്നോ ലഭിക്കാനുള്ള സ്വാർത്ഥതയ്ക്കുന്നുണ്ടായതാ. പണസമ്പാദ്യത്തിന് വേണ്ടി നിന്നെ അവൻ വിറ്റെന്ന് വരും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? സ്വന്തം സഹോദരനാണെന്നൊന്നും നോട്ടമില്ല. അയ്യോ അങ്ങനെ ചെയ്യരുതെന്ന് വെച്ച് മനസാക്ഷി മരവിച്ചു പോയവർക്ക് എന്തും ചെയ്യാം. പക്ഷെ എൻ്റെ ദൈവം അതിനൊരു വടി വെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദഹീനത്തിൽ ഹല്ലേലൂയ പറയാവോ? എന്നെ ശ്രദ്ധിക്കുന്നോ? നിന്നെ വിറ്റ് കളയുന്ന, എങ്ങനെയാ നിന്നെ വിൽക്കുന്നേ? പരിഹാസിച്ച് വിറ്റ് കളയുന്ന, അപമാനിതനായി വിറ്റ് കളയുന്ന. എല്ലാവരും പൈസ കൊടുത്ത് വിൽക്കണ്ടെന്നേ. നിന്നെ ആളുകളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്താൽ മതി. നിന്നെ വിറ്റ് കളഞ്ഞതിന് തുല്യവാ. എൻ്റെ കൂടെ ഉണ്ടോ? അത് നിന്റെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാ മാനസിക വ്യഥയുണ്ടാകുന്നത്. എന്നാലും അങ്ങനെ ചെയ്തല്ലോ, എന്നാലും എൻ്റെ ആ സഹോദരൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ, എന്നാലും അവൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ. ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാം അകത്ത് അങ്ങനൊരു അന്നാലും ഇല്ലേ? നിങ്ങളെന്നൊന്നും മിണ്ടാത്തെ? എന്നാലും അവൾ എനിക്കിട്ട് ഈ പണി തന്നല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് കരമുയർത്തി കാണിച്ചേ. ശ്രദ്ധിക്കൂ, നിന്റെ ജയത്തിന്റെ തടസ്സമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാലും ഉള്ളവരെ, എന്നാലും എന്ന് ചിന്തിച്ച ദിവസം മുതൽ അവരവിടെ നിൽക്കുക. എന്നാൽ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? പൗലോസ് തീക്കകത്തേക്ക് ആ പാമ്പിനെ കുടഞ്ഞതുപോലെ നിന്നെ അന്നാലും എന്ന് പറയിച്ചതിനെ കുടഞ്ഞുകളാ. ഞാനൊരു ദൂത് പറയുക, ചില പാമ്പിനെ ഈ പകൽ ഞാൻ തീക്ക് കൊടുക്കുക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ? പാമ്പിനെ പൗലോസ് ഉമ്മ വെച്ചു എന്ന് എഴുതിയിട്ടില്ല. തന്നെ കടിച്ച പാമ്പിനെ അവൻ നേരെ തീക്കകത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ചില പാമ്പിനെ തീക്കകത്ത് കൊടുക്ക. കൈയടിക്കാത്ത എന്താ? ഏത് പാമ്പാന്ന് എനിക്ക് അറിയണ്ട. പാമ്പ് എത്ര വിഷമുള്ളതാണെങ്കിലും ഇന്നത് തീക്കകത്താ. ഈ പകലോ തീക്കകത്താ. ഇന്ന് പകലോ തീക്കകത്താ. ഈ പകലതിന് മേൽ തീ വീഴുകയാ. ഈ പകലോ തീ വീഴുകയാ. എന്നാലും എന്നോടങ്ങനെ ചെയ്തല്ലോ, എന്നാലും അവൾ എന്നോടങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും അവൾ എന്നെ ഇങ്ങനെ അപമാനിച്ചല്ലോ. ആ എന്നാലും എന്നതിനെ നമുക്ക് ഉപേക്ഷിക്കാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ആ വേദനയെ മറക്കാം, ആ വേദനയെ മറക്കാം. അതോടൊപ്പം ഒന്ന് പറയാം, ആരെല്ലാം എന്തെല്ലാം അപമാനിച്ചാലും ഞാൻ മുന്നോട്ട് പോകും. പൗലോസേ, പത്രോസേ, അല്ല ജോസഫേ, അല്ല യേശു കർത്താവേ, നിന്റെ മനോഭാവം എന്താ? അവർ പറയും, ആരെല്ലാം അപമാനിച്ചാലും എന്തെല്ലാം സാഹചര്യം എതിരായാലും എനിക്ക് ദൈവം തന്നൊരു വിഷൻ ഉണ്ടോ, അവിടേക്ക് ഞാൻ മുന്നേറിക്കൊണ്ടേയിരിക്കും. ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിക്ക്, സാഹചര്യത്തെ നോക്കാതെ ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിക്ക്
തിരമാലകളിലൂടെ നടക്കാനായി കഴിയും. ഉയർന്നു വരുന്ന തിരമാലകളെയല്ല നിങ്ങൾ കാണുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ട് വരിക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കിനെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തിരമാലകൾ എത്ര ഉയർന്നാലും അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ഏത് പ്രശ്നത്തിലെയും അല്ലെങ്കിൽ മുക്കിക്കളയുമെന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, കർത്താവ് നൽകിയ ഒരു അത്ഭുത സൗഖ്യം സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ സിസ്റ്റർ ആയിരിക്കുന്നത്. ആമേൻ. ഈ സിസ്റ്ററുടെ പേര് ശാന്ത എന്നാണ്. ചിറ്റണ്ടയിൽ നിന്നാണ് ആ സിസ്റ്റർ കടന്നു വരുന്നത്. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ഒരു അത്ഭുത സൗഖ്യം ചേച്ചി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് കുരിയച്ചിറയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ബ്രദർ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എല്ല് തേയ്മാനമുള്ളവർക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാകുമെന്ന് ബ്രദർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആ സിസ്റ്റർ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തു. കർത്താവ് ഒരു അത്ഭുത സൗഖ്യം നൽകി. ചേച്ചിക്ക് എന്തോ ഉണ്ടായിരുന്നത്? കാല് കടച്ചിലായിരുന്നു. കടച്ചിലായിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? ഡിസ്കിന്റെ കംപ്ലൈന്റ്. ഡിസ്കിന് കംപ്ലൈന്റ്. ഒഴിച്ചിലൊക്കെ കഴിഞ്ഞതാണ്. ഒഴിച്ചിലൊക്കെ കഴിഞ്ഞു. എവിടെ ഒഴിച്ചിൽ പോയത്? പഞ്ചകർമ്മല്. ഓക്കെ. അതിനുശേഷം മാറ്റം ഉണ്ടായില്ല? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പൊ ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 3 കൊല്ലം അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ബുദ്ധിമുട്ട് കാരണം ചെയ്യാൻ പറ്റും. 3 കൊല്ലം അടുപ്പിച്ച് ഒഴിച്ചിലിൽ പോകണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് ബുദ്ധി കാട്ടാനും പോയില്ല. പക്ഷെ കാലിന് കഴുപ്പും നടുവിന് ഡിസ്കിന് പ്രയാസം. കടച്ചിലും ഒന്നും നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അവിടുന്ന് ചേച്ചിയെ കർത്താവ് സൗഖ്യമാക്കി. ഒഴിച്ചിൽ നടത്തിയതാണ്, പക്ഷേ 1 വർഷം പോകാൻ പറ്റിയുള്ളൂ. 3 വർഷം പോകണമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് പറയുന്നു. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതേപോലെ തന്നെ വേദന, കടച്ചിൽ, കുനിയാനും നിവരാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു. ഇത് ആ വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ തന്നെ ഈ എല്ല് തേയ്മാനം മാറുമെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ തന്നെ ബാക്കിയുള്ളതെല്ലാം സൗഖ്യമായി എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാലിന്റെ പിടുത്തവും വേദനയും തേയ്മാനവും എല്ലാം മാറിപ്പോയി. ഇപ്പൊ ഡിസ്കിന് കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയാം. സന്തോഷമായിട്ട് കേട്ടോ. അമ്മയും വന്നേ, അമ്മയും വന്നേ. അമ്മയുടെ പേരെന്താന്ന് പറഞ്ഞേ? ശാന്ത. ഞാൻ അമ്മ അടുത്ത് വന്ന് നിന്നപ്പോഴേ എനിക്ക് തോന്നുമായിരുന്നു അമ്മയുടെ ഈ ഭാഗത്തൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡർ കൊണ്ട് ചിലപ്പോൾ ജാക്കറ്റ് ഇടാൻ പറ്റാത്ത വിധത്തിൽ ഇതും കൂടി തിരിഞ്ഞു വരത്തില്ല. ഉറക്കെ പറ. ഉണ്ട്, ഞാൻ കേട്ടില്ല. ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നു അത് ഇപ്പൊ സൗഖ്യമാകാൻ കർത്താവിന് കഴിയുമെന്ന്? ഈ അമ്മയ്ക്ക് ഷോൾഡറിന് മാത്രമല്ല എൻ്റെ പ്രശ്നം. എന്നെ കർത്താവ് കാണിച്ചത് അമ്മയുടെ ഈ ഇടത്തെ ചെവിയിലൊരു പ്രയാസമുണ്ട്. അമ്മയ്ക്ക് കേൾക്കാം, പക്ഷേ പലപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് അമ്മ ഈ ഫോണൊന്നും ഇവിടെ വെക്കത്തില്ല, ഇവിടെ വെക്കുള്ളൂ. ശരിയാ? നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പകൽ യേശു കർത്താവ് ഇവരുടെ ചെവിയെ കൂടെ കർത്താവ് ഈ പകൽ തുറക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഈ ചെവിക്ക് കുഴപ്പമുണ്ടെന്ന്? ഇല്ല. ഇപ്പൊ അമ്മയുടെ ചെവി തുറക്കുമോ? ഞാനിത് പറയുമ്പോ ചിലരുടെയും കൂടെ ചെവി പകൽ തുറക്കട്ടെ. ചിലരുടെ ചെവിയും കൂടെ കേൾക്കാൻ തുടങ്ങട്ടെ. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു ഒരാൾക്ക് വേണ്ടി ദൈവം വരത്തില്ല, വിശ്വസിക്കുന്നവർക്ക് മുഴുവൻ വേണ്ടി ദൈവം ചെയ്യുവാനുണ്ട്. ഈ സിസ്റ്ററിന്റെ പേര് രജനി എന്നാണ്. ഏളവള്ളി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഈ സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്ന വലിയൊരു അത്ഭുത സാക്ഷ്യത്തോടു കൂടിയാണ്. കഴിഞ്ഞ മാസം അവരെ ശ്വാസതടസ്സം മൂലം ആ സിസ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടി ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ശ്വാസമുട്ടൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസത്തെ പബ്ലിക് മീറ്റിങ്ങിന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പം ബ്രദർ അവരെ നോക്കി പറഞ്ഞു, വയറിന്റെ മുകളിൽ ദൈവത്തിന്റെ കൈ ഇരിക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം അവരെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ അവർക്ക് ആ സൗഖ്യം അനുഭവിക്കാൻ സാധിച്ചു. സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ശ്വാസ തടസ്സം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ശ്വാസതടസ്സം ഉണ്ടായില്ല, അത് അതോടെ മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഗോഡ് വി ആർ സെർവിങ്. ലവ് യു. സന്തോഷമായിട്ട് പോയാട്ടെ. കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾക്കായി നന്ദി പറയാം. അവൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ മുൻപിലായിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ല, കേസിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവിന് വിടുവിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ തിരമാലകൾ പോലെ മുൻപിൽ പ്രശ്നമായിരിക്കുന്നു എന്ന് പറയുന്നവർ, കർത്താവെ ഈ പ്രശ്നം മുക്കിക്കളയത്തേ ഉള്ളൂ, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ചിലർ ലൈഫിൽ കർത്താവെ അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്നു. കർത്താവെ,
വിടുതലിനായി നന്ദി പറയുന്ന കർത്താവേ. അപ്പോൾ അവർ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നാട്ടെ. ഒരു വ്യക്തി എനിക്ക് കാണാം, കീമോയും മറ്റും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മുടിയെല്ലാം കൊഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ പറയത്തക്ക വിധത്തിൽ ഒരു പ്രതീക്ഷയും ഇപ്പോഴും മുൻപിലില്ല. തിരമാല പോലെ ഉയർന്നു നിൽക്കുന്ന തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ കർത്താവിൻ്റെ കരം ആ വ്യക്തിക്ക് വേണ്ടി ചലിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത കരം ആ വ്യക്തിക്ക് വേണ്ടി ചലിക്കുകയാണ്. ശരീരം മുഴുവനായി എന്ന് പറയുന്നിടത്ത് കർത്താവിൻ്റെ സൗഖ്യം ചലിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ സൗഖ്യം ചലിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് തൊടുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. അവിടുന്ന് വിടുവിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. കർത്താവെ, ചിലരുടെ ലൈഫിലെ കേസുകൾ മാറിപ്പോകട്ടെ. ഒരിക്കലും തീരത്തില്ല എന്ന് പറയുന്ന കേസുകൾക്ക് അവസാനം ഉണ്ടാകട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്ന ആ കുടുംബങ്ങളെ അവിടുന്ന് പണിയണമേ അപ്പാ, പണിയണമേ അപ്പാ. കർത്താവെ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ അത് തീർക്കുവാൻ കഴിയുന്നില്ല, തലമുറകളായി കൈമാറി വന്നവയെന്ന് പറയുന്ന വിധത്തിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ കർത്താവെ ആ ഒരു ഭാരം പോലെ, അവരുടെ മുതുകിന് മുകളിൽ ഒരു ഭാരം പോലെ ആയിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വീട്ടിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവിൻ്റെ വലിയ സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത കരത്തിനായി നന്ദി പറയുന്നു കർത്താവെ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൽ സന്തോഷിക്കാം, അവൻ്റെ ശബ്ദത്തോടൊപ്പമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.